ഒരു 10 മിനിറ്റ് നമ്മളോടൊപ്പം കൽക്കട്ടയിൽ നിന്ന് വന്ന ആതിര സുധൻ സംസാരിക്കുന്നതായിരിക്കും. വെൽക്കം. ഓക്കെ, സോ എൻ്റെ പേര് ആതിര, എല്ലാവർക്കും അറിയാം. ഞാനിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ജൽശക്തിയിൽ വർക്ക് ചെയ്യുകയാണ്. വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലാണ്. അമ്മ അച്ഛനും രണ്ടുപേരും കൽക്കട്ടയിലാണ്. ഞാൻ കൽക്കട്ടയിലല്ല, കൽക്കട്ടയിൽ നിന്ന് ഒരു 7 hours മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ ദീദി ഉണ്ട്, ദീദി വന്നിട്ടുണ്ട്. ഞാനും ദീദിയാണ് എൻ്റെ കൂടെ താമസിക്കുന്നത്. അവളുടെ പേര് മിഷ്ടി എന്നാണ്. തൃപ്തി എന്നാണ് ഒറിജിനൽ പേര്. പുള്ളിക്കാരി ബംഗാളിയാണ്. എൻ്റെ ഒരു എന്താ പറയുക, മൂത്തൊരു ചേച്ചിയെ പോലെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. ആശോ അപ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരി ബോറടിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞത് ഇതിനുള്ളത് ഞാൻ വീട്ടിൽ വന്ന് തരാമെന്ന് പറഞ്ഞു. അല്ലല്ല, പുള്ളിക്കാരിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് വന്നപ്പം തൊട്ട്. അതായിരുന്നു ഞാനും ഇന്നലെ റൂമിൽ തന്നെ ഇരുന്നത്, പുള്ളിക്കാരിക്കൊരു ഫീൽ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞ വിഷയം ഡിസേബിലിറ്റിയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. അതാണോ സംസാരിക്കാൻ പറഞ്ഞത് എനിക്കറിയില്ല, അതാണെന്ന് തോന്നുന്നു. അല്ലേ, ഷാജനങ്ങളോട് സംസാരിച്ചപ്പോൾ അങ്ങനല്ലേ പറഞ്ഞു? അല്ല, അങ്ങനല്ല, എന്തു വേണമെങ്കിലും പറയാമോ? അല്ല, എനിക്ക് അച്ഛനോട് ഞാൻ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞത് നീ നിൻ്റെ ലൈഫ് ഹിസ്റ്ററിയെക്കുറിച്ച് പറയാനാണെന്ന്. പക്ഷേ ലൈഫ് ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊന്നും ഇവിടെ എല്ലാവരും എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയവരാണ് ലൈഫിൽ. എന്നെക്കാളേറെ എന്താ പറയുക, ഫൈറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ അതിന് മുന്നിൽ ചിലപ്പോൾ എൻ്റെ കാര്യം വളരെ ചെറുതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഷൗക്കത്ത് ജി എനിക്ക് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ഡിസേബിലിറ്റി ഡേയിൽ എന്നെ സംസാരിക്കാൻ വിളിച്ചിരുന്നു. അന്ന് ഓൺലൈനായിരുന്നു. അന്ന് ഇവിടുത്തെ കുറേ പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരൊക്കെങ്കിലും? എന്നിട്ട് ബിന്ദു ആൻറ്റി ഉണ്ടാക്കിയോ വീട്ടിൽ? ആരൊക്കെ ഉണ്ടാക്കി? ആരെങ്കിലും ഉണ്ടാക്കി? ഷൗക്കത്ത് ജി മാത്രം. ഷൗക്കത്ത് ജി മാത്രം. പിന്നെ ഒരു ചേച്ചി, രമ്യ ചേച്ചി ഇവിടെ ഇല്ല. രമ്യ ചേച്ചി അതിന് ശേഷം എന്നെ വിളിച്ചു. രമ്യ ചേച്ചി ഹോമിയോപ്പതി ഡോക്ടറാണ്, വയനാട്ടിലല്ലേ ഷൗക്കത്ത് ജി? രമ്യ ചേച്ചി. അപ്പോൾ രമ്യ ചേച്ചി എന്നെ വിളിച്ചു, എന്നോട് പരിചയപ്പെട്ടു. എന്നിട്ട് എനിക്ക് രമ്യ ചേച്ചി അറിയണ്ടായിരുന്നില്ല, നമ്പർ എടുത്ത് വിളിച്ചതാണ്. മോളെന്ന് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ എൻ്റെ ക്ലിനിക്കിൽ റാമ്പ് ഉണ്ടാക്കിയിട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്ന് ഐ തിങ്ക് 1 വർഷത്തോളമായി. കഴിഞ്ഞ ഡിസംബർ 3 ഇത്. ഇന്ന് 1 വർഷത്തോളമായി. അപ്പോൾ ഒരാൾ മാത്രമേ ഈ കൂട്ടത്തിൽ റാമ്പ് പണിതുള്ളൂ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അടുത്ത നമ്മുടെ മീറ്റ് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോട് പറയണം വീട്ടിൽ റാമ്പ് ഉണ്ടെന്ന്. അത് സ്വന്തം സ്ഥാപനത്തിലായാലും വീട്ടിലാണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം എൻ്റെ ലൈഫ് ഹിസ്റ്ററി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു ട്രാജഡിയാണ്. അതിനേക്കാൾ അതൊരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് അന്ന് പറഞ്ഞത് ഇതാണ്, ഇന്ന് പറയാനുള്ളത് ഇതാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടത് സിമ്പതി അല്ല, എമ്പതിയാണ്. പക്ഷെ എല്ലാവരും അതാണ്, സിമ്പതിയാണ് ആദ്യം തരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് കാര്യം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ടൗൺഷിപ്പാണ്. അപ്പോൾ ഞാനൊന്നും വീൽ ചെയറിൽ തന്നെയാണ് ഓഫീസിൽ പോണതും. 1 കിലോമീറ്ററോളം വീൽ ചെയറിൽ പോകണം. അപ്പോൾ അവിടെ ഇറങ്ങുമ്പം ഡെയിലി ഒരു 100ഓളം കണ്ണുകൾ എന്നെ നോക്കാറുണ്ട്. ആദ്യം അത്ഭുതത്തോടെയാണ് നോക്കണത്. അത് കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ ചോദിക്കുക, എന്താ പ്രശ്നം മോളെന്താ ഇതിൽ പോണേ? കുട്ടികളെ വരെ ചോദിക്കാനുണ്ട്, ചേച്ചി ഇത് ഞങ്ങൾക്ക് തരുമോ, കൊള്ളാലോ, കാല് വേദന എടുക്കില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറയല്ല, എനിക്ക് കാലിന് പ്രശ്നമുള്ളത് കൊണ്ടാണ്, നടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ സിമ്പതിയായി. പിന്നെ അടുത്തത് സിമ്പതിയാണ് കണ്ണിൽ ഞാൻ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഒറ്റൊരാളുടെ മുഖത്ത് പോലും എന്നോട് സിമ്പതി ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടില്ല, അത് ഞാൻ ശ്രദ്ധിച്ചു. ഡിസേബിലിറ്റി എന്ന് തന്നെ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കില്ല, ഡിസേബിലിറ്റിക്ക് ഒരു വാക്കില്ല. എനിക്കൊന്ന് ഭിന്നശേഷി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. പക്ഷെ ഭിന്നശേഷിയുടെ ഒരു ഇംഗ്ലീഷ് അർത്ഥം, ലിറ്ററൽ അർത്ഥം ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ്. പക്ഷേ അങ്ങനെ നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷെ എല്ലാവരും അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഡിസേബിൾഡ് ആണ്, അത് ട്രുത്താണ്, അതാണ് ഫാക്റ്റ്. വി ആർ ഡിസേബിൾഡ്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, മനുഷ്യൻ ടെക്നോളജി കണ്ടുപിടിക്കണതെല്ലാം സ്വന്തം ഡിസേബിലിറ്റിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്.
ജസ്റ്റ് പറഞ്ഞാൽ 2 പടികൾ എന്തിനാണ് പണിയുന്നത്? നമുക്ക് എഴഞ്ഞു കയറാൻ പറ്റാത്തത് കൊണ്ടാണ്. വി ആർ ഡിസേബിൾഡ് ഇൻ ടേംസ് ഓഫ് ക്രോളിങ്, അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ക്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പടികൾ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് വി ആർ മൈനോറിറ്റീസ്, വി കാൺട്ട് ഗെറ്റ് അപ്പ് ദ സ്റ്റെയർസ്, സോ വൈ ഡോണ്ട് യു ബിൽഡ് എ റാമ്പ്? സോ എന്താ പറയുക, മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ടെക്നോളജി എല്ലാം മെജോറിറ്റി ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ്റെ ആവശ്യകത നിറവേറ്റാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയും കുറേ മൈനോറിറ്റീസ് ഉണ്ട്, അത് കണക്കിലാക്കണം. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കുറേ വയസ്സായവരും ഇല്ലേ, ചിലപ്പോൾ നാളെ ഒരു റാമ്പ് അവർക്കും ഉപകാരപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വീണു, കാലിന് വേദനയായി, എല്ലാവർക്കും അത് അനുഭവപ്പെടാറുണ്ട് അല്ലേ, സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയതായിട്ട് ചിന്തിച്ചുകൂടാ? സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ ബുക്കിൽ എല്ലായിടത്തും ഉണ്ട്. RPWD ആക്ട് 2016 വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് റാമ്പ് എല്ലായിടത്തും വേണം എന്നുള്ളത്. പക്ഷെ അത് പൊതുവെ ആരും പാലിക്കാറില്ല എന്നുള്ളതാണ്. ഈവൻ എൻ്റെ ഓഫീസിൽ തന്നെ ഞാനിപ്പോൾ 5 വർഷമായി ജോലി ചെയ്യുന്നു. അതിൽ 1 വർഷം 1.5 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഓഫീസിൽ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതിനെതിരെ ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ ഡിസബിലിറ്റിയെ ചൂണ്ടിക്കാണിച്ച് എന്നെ ഹ്യൂമിലിറ്റി ചെയ്യാണ് ചെയ്തത്. അങ്ങനെ 1.5 വർഷത്തോളം ഞാൻ ഓഫീസിൽ പോകാതിരുന്നു. പക്ഷേ 1.5 വർഷത്തോളം ഞാൻ ഡിസേബിലിറ്റി കമ്മീഷനിൽ ഫൈറ്റ് ചെയ്തു. ഇന്ന് അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഡിസേബിലിറ്റി കോട്ടയിൽ വന്ന വേറെയും കുറേ പേരുണ്ട്. ഇന്ന് അവർ ഒരു പണിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ബോസിന് പറയാൻ പേടിയാണ്, ഇവർ ഡിസേബിലിറ്റി കമ്മീഷനിൽ പോയി കളഞ്ഞാലോ എന്നുള്ളൊരിതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട്, നീ ചെയ്തതൊരു നല്ല കാര്യമാണ്, എന്തായാലും കേസ് ജയിച്ചോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ 1 വർഷത്തോളം 1.5 വർഷത്തോളം എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. എൻ്റെ ഭാഗത്തായിരുന്നു ശരിയെങ്കിൽ പോലും എനിക്ക് സാലറി കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം എന്നെ ഹ്യൂമിലിറ്റി ചെയ്തൊരു സെക്ഷൻ A ലെവലിലെ ഓഫീസറായിരുന്നു. അപ്പം അയാൾക്ക് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ വന്നതും. പക്ഷേ ഒരു പേടി ആ ഓഫീസിൽ ഇപ്പോൾ ഉണ്ട്. അതിന് ശേഷം എനിക്ക് റാമ്പ് പണിത് തന്നു. എൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ഇപ്പം ആക്സസിബിളാണ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം നടക്കും, അങ്ങനെ ഒരവസ്ഥയിലെത്തി. സോ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ആണ് എനിക്കാഗ്രഹം. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പറഞ്ഞാൽ അടുത്ത നമ്മുടെ മീറ്റപ്പിന് മുന്നേ ഞാൻ ചോദിക്കുമ്പം വീട്ടിലൊരു റാമ്പ് അഥവാ പണിയാൻ സ്ഥലം ഉണ്ടെങ്കിൽ, സ്ഥലം ഇല്ലാത്തവരുണ്ടാവും. ലൈക്ക് എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് റാമ്പ് ഉണ്ടാക്കിയത്. അതും ആ ഡിസേബിലിറ്റി ഡേക്ക് അന്ന് സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ പോലും ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലെ ഇവിടെ തന്നെ റാമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 4 പേരെന്നെ പിടിച്ചാണ് കയറ്റിയത്. ബട്ട് നല്ല മനസ്സുകൊണ്ടാണ് കേട്ടോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കരുത്. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, 4 പേര് അങ്ങനെ പിടിക്കുമ്പോൾ അവർക്കതൊരു ബർഡനായിട്ട് തോന്നുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവർ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കൂടുതലും ഫാമിലിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ. കാരണം സൗഹൃദ ബന്ധമാകുമ്പം ഷൗക്കത്ത് ജി എന്ന് പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻസ് ഇല്ലാത്ത ബന്ധമാണ്. ഏട്ടൻ ഇപ്പോൾ പാലക്കാട് നിന്നാണ് വന്നത്, എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ സൗത്ത് ബന്ധത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ്, എനിക്കും തോന്നലാണ്. പക്ഷേ ഫാമിലി മെമ്പേഴ്സിനോട് നമുക്ക് പറയുമ്പം നമ്മളൊരു ബർഡനായിട്ട് തോന്നുന്ന ഫീലിംഗ് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ദീദിയെ കണ്ടിട്ട് ഞാൻ എന്താ പറയുക 4 മാസമായിട്ടുള്ളൂ എൻ്റെ കൂടെ. പക്ഷെ എൻ്റെ ചേച്ചി, സ്വന്തമായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ അതിലേറെയാണ് ദീദി എന്നെ നോക്കുന്നതും എൻ്റെ കൂടെ നിൽക്കുന്നതും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ രാവിലെ എണീക്കുമ്പം ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മറികടക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. പുറത്ത് പോകുന്ന കാര്യം പോട്ടെ, രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ബാത്റൂമിൽ പോകാൻ നമ്മൾ ഒരാളെ നമ്മളെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് എനിക്ക് തോന്നുന്നത് അറിയാം. സോ അങ്ങനെ ഒരു ആക്സസിബിലിറ്റിയാണ് ഞങ്ങൾക്ക് ആവശ്യം, സിമ്പതി അല്ല. അതെ, സിമ്പതി ഉണ്ടെങ്കിൽ ഒരിക്കലും ആക്സസിബിലിറ്റി തരാൻ പറ്റില്ല. എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സിമ്പതി കൊണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് വരാനുണ്ട്, അയ്യോ മോൾക്കൊന്നുമില്ല, മോൾക്കൊരു കുഴപ്പമില്ല എന്ന്. ഞാൻ അപ്പോൾ ഒന്നും പറയാറില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ പറയരുത്. ആ കുഴപ്പമുണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് കുഴപ്പമുണ്ട്, നടക്കാൻ വയ്യ, കുഴപ്പമില്ല, മോളും വീട്ടിലേക്ക് വാ, അവിടെ ഞങ്ങളെ റാമ്പ് ഉണ്ട്, മോൾക്ക് കയറാം. അത് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരിതുണ്ട്. പക്ഷെ മോൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതൊരു മാസ്കാണ്, അതൊരു ടെമ്പററി സുഖം മാത്രമാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അതിനോട് തന്നെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, ഇപ്പോൾ പറഞ്ഞിട്ട് പോയല്ലോ കുഴപ്പമൊന്നുമില്ലെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് സഫർ ചെയ്യുന്നത് എന്നുള്ള സ്വയം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം
കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഡിസബിലിറ്റിയോടെ നമ്മൾ ഇനിയും കുറച്ചുകൂടെ എന്താ പറയുക ഇൻക്ലൂസീവ് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഇൻക്ലൂസീവിൻ്റെ ഒരു 1% പോലും ആയിട്ടില്ല എന്നും തോന്നുന്നു. അപ്പോൾ എനിക്ക് ഓരോരുത്തരോടും ഇവിടെ പറയാനുള്ളത് അതാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ, നമുക്ക് പബ്ലിക് പ്ലേസസിൽ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട് ആക്സസിബിൾ ആക്കുക. ഇനിയും കേരളത്തിൽ വരുമ്പോൾ എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിലാവണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഷൗക്കത്ജിയോട് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. കാരണം ഷൗക്കത്ജി ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയ സപ്പോർട്ടാണ്. ഷൗക്കത്ജിക്ക് വേണ്ടിയിട്ടൊരു സോഫ അവിടെ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഷൗക്കത്ജി പറഞ്ഞിട്ട് പോയതാണ് ഇതെൻ്റെ സോഫയാണെന്നുള്ളത്. അവിടെ ആരും കിടക്കാറില്ല. അച്ഛൻ കിടക്കാറുണ്ടോ? കിടക്കാറുണ്ടോ? അതിന് ശേഷം ഞങ്ങളത് ഒഴിച്ചിട്ടേക്കാണ്, വായിക്കാൻ മാത്രം, ഒരു ഇൻ്റലക്ച്വൽ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഷൗക്കത്ജി കാരനാണ് ഇത്രയും വലിയൊരു ഫാമിലിയെ കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും പറഞ്ഞു. തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകളി കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകളി കരളിലെറിയുവതെന്തിനോ, സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ, ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ, നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ, നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ, സുറുമയെഴുതിയ മിഴികളെ, 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 സുറു